അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ അംബിയാഇ വൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹനിധികളായ സഹോദരങ്ങളെ, ബഹ്റൈൻ മീഡിയ സിറ്റി പരിശുദ്ധ റമളാനിൽ നടത്തിവരുന്ന അഹ്ലൻ റമളാൻ എന്ന മാറ്ററിൽ എല്ലാ ദിവസങ്ങളിലും പൊതുജനങ്ങൾക്കായി അറിവിൻ്റെ വാതിൽ തുറക്കുകയാണ്. പരിശുദ്ധ റമളാൻ സമാഗതമായതോടുകൂടെ ഇന്നുവരെ വിവിധങ്ങളായ പ്രഗത്ഭരായ പണ്ഡിതന്മാരുടെ സ്പീച്ചുകൾ ബഹ്റൈൻ മീഡിയ സിറ്റി ജനങ്ങൾക്കായി തുറന്നിട്ടിരിക്കുകയാണ്. ഒരുപാട് അറിവുകൾ നൽകുന്ന ഈ ഒരു പ്രോഗ്രാം എന്തുകൊണ്ടും അഭിനന്ദനീയമാണ്. ബഹ്റൈൻ ICF നാഷണൽ കമ്മിറ്റിയുടെയും റീജിയണലിൻ്റെയും അതുപോലെ യൂണിറ്റുകളുടെയും ഒക്കെ എല്ലാവിധ ആശംസകളും BMCക്ക് നൽകുകയാണ്. പരിശുദ്ധ റമളാൻ എത്തുന്നതിന് മുമ്പേ 2 മാസങ്ങൾക്ക് മുമ്പ് തന്നെ ലോക മുസ്ലിമീങ്ങൾ വിശുദ്ധ റമളാൻ എത്താനായുള്ള പ്രാർത്ഥനകളിൽ നിരതരാവുകയാണ്. റമളാൻ വരുന്നതോടെ മുസ്ലിമീങ്ങളെന്നല്ല എല്ലാ മനുഷ്യവിഭാഗങ്ങളും ജീവജാലങ്ങളും എല്ലാം കൂടുതൽ അള്ളാഹുവിലേക്ക് അടുക്കാൻ ശ്രമിക്കുന്ന ഒരു മാസവും കൂടിയാണ് വിശുദ്ധ റമളാൻ. പരിശുദ്ധ റമളാനിൽ അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് വ്രതത്തെ നിർബന്ധമാക്കിയിരിക്കുന്നത് അതിൻ്റെ നോമ്പ് നോൽക്കുന്നതിൻ്റെ ഏറ്റവും വലിയ ഗുണമെന്ന് പറയുന്നത് മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായിത്തീരുന്നു എന്നുള്ളതാണ്. ഖുർആൻ പറഞ്ഞത് മുൻ കഴിഞ്ഞ സമുദായങ്ങൾക്ക് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കിയത് നിങ്ങൾ വിശുദ്ധിയുള്ളവരാകാനാണ്, നിങ്ങൾ തഖ്വയുള്ളവരാകാൻ വേണ്ടിയാണ്, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്നവരാകാൻ വേണ്ടിയാണ് എന്നുള്ളതാണ്. തഖ്വ എന്ന് പറയുന്നത് അഥവാ വിശുദ്ധി എന്ന് പറയുന്നത് മനുഷ്യൻ്റെ മനസ്സു നന്നാവുക എന്നതാണ്. മനുഷ്യൻ്റെ മനസ്സിനെ നന്നാക്കാൻ, മനുഷ്യൻ യഥാർത്ഥ മനുഷ്യനായി മാറാൻ, അവൻ ഏറ്റവും ആത്മശുദ്ധിയുള്ളവനായി മാറാൻ നോമ്പ് എന്നുള്ളത് കാരണമാണ് എന്ന് അള്ളാഹു അസന്ദിഗ്ധമായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ശത്രുക്കൾ 2 വസ്തുക്കളാണ്. ഒന്ന് അവൻ്റെ പിശാച് എന്നുള്ളതാണ് ഒന്ന്, മറ്റൊന്ന് അവൻ്റെ ദേഹേച്ഛ എന്നുള്ളതാണ്. ഈ 2 ശത്രുക്കളെ അധീനപ്പെടുത്തിക്കൊണ്ട് ഒരു യഥാർത്ഥ യുദ്ധം തന്നെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നോമ്പുകാരൻ നീങ്ങുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിൽ കാണാം, ഇന്ന ശൈത്വാന ലയജ്രി മിൻ ഇബ്നി ആദമ മജ്റദ്ദമി ഫളയ്യഖു മജാരിയഹു ബിൽ ജൂഇ. പിശാജ് മനുഷ്യൻ്റെ രക്തം പ്രവഹിക്കുന്ന സ്ഥലങ്ങളിലൊക്കെ സഞ്ചരിക്കും. ആ പിശാജിനെ തടയിടാൻ നിങ്ങൾ വിശപ്പ് കൊണ്ട് അഥവാ വ്രതമെടുത്തുകൊണ്ട് നിങ്ങൾ പിശാജിനെ തടയിടണം. ഇതേപോലെ തുല്യമായൊരു ഹദീസ് മറ്റൊന്നു കാണാം. ഓ യുവാക്കളെ, യുവസമൂഹത്തെ വിളിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, യാ മാശറ ശബാബ്, ഓ യുവസമൂഹമേ, മനിസ്തതാഅ മിൻകുമുൽ ബാഅത ഫല്യതസവ്വജ്, നിങ്ങളിൽ ആർക്കെങ്കിലും വിവാഹം ചെയ്യാൻ കഴിയുമെങ്കിൽ നിങ്ങൾ വിവാഹം ചെയ്യണം. വിവാഹിതരാകാൻ ഒരു പെണ്ണിന് സംരക്ഷണം നൽകാനും അവൾക്ക് ഭക്ഷണവും വസ്ത്രവും പാർപ്പിടവുമൊക്കെ നൽകി സംരക്ഷിച്ചു ജീവിപ്പിക്കാൻ കഴിയുന്നവർ വിവാഹം ചെയ്തു കൊള്ളണം. അതിനു കഴിയാത്ത ആളുകൾ അവർ വ്രതമെടുക്കട്ടെ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ഈ ഹദീസിൽ നിന്നൊക്കെ നമുക്ക് ബോധ്യപ്പെടുന്നത് എന്താണ്? ഒരു മനുഷ്യൻ്റെ ദേഹേച്ഛയും പിശാചും അവന് വലയം ചെയ്യുന്നത് അവന് സുഭിക്ഷമായ ഭക്ഷണം, അനാവശ്യമായി ഭക്ഷണം അവൻ്റെ ശരീരത്തിലേക്ക് ചെല്ലുമ്പോൾ അവനെ സ്വാഭാവികമായും അവൻ്റെ ഹൃദയത്തെ ദുഷിപ്പിക്കുകയും അവനെ മനുഷ്യനെന്ന ആ ഒരു മഹത്വത്തിൽ നിന്ന് പിന്തിരിപ്പിക്കാൻ പിശാചിനും അവൻ്റെ ദേഹച്ചക്കും സാധിക്കുമെന്നുള്ളതാണ്. എന്നാൽ
മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന് ഹൃദയം ശുദ്ധിയാവുക എന്നുള്ളതാണ് ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു മനുഷ്യൻ ഉണ്ടാകേണ്ടത്. ഹൃദയം ശുദ്ധിയായി കഴിഞ്ഞാൽ എല്ലാം ശുദ്ധിയായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു മനുഷ്യൻ ഇന്ന ഫിൽ ജസദി മുളുഗത്തൻ ഇദാ സ്വലഹത്ത് സ്വലഹൽ ജസദു കുല്ലുഹു വൈദാ ഫസദത്ത് ഫസദൽ ജസദു കുല്ലുഹു. ഒരു മനുഷ്യൻ്റെ ശരീരം, ആ ശരീരത്തിലൊരു മാംസകഷ്ണമുണ്ട്. ആ മാംസകഷ്ണം ശുദ്ധിയായാൽ എല്ലാം ശുദ്ധിയായി. ഏതാണ് ആ മാംസകഷ്ണം? അലാ വഹിയൽ ഖൽബ്, അത് ഹൃദയമാണ്. ഹൃദയവിശുദ്ധി, ആത്മവിശുദ്ധി, അതിലൂടെ മാത്രമേ മനുഷ്യൻ ശുദ്ധിയാകുന്നുള്ളൂ. ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ പറഞ്ഞതു കാണാം, ഒരു മനുഷ്യനെ മരണപ്പെട്ട് അവൻ്റെ ജനാസ, അവൻ്റെ ശരീരം മയ്യിത്തു കട്ടിലിൽ വെച്ചത് മുതൽക്ക് അവന് മറവ് ചെയ്യാൻ കൊണ്ടുപോകുന്ന ഖബറിനരികത്ത് വരെ എത്തുമ്പോഴേക്ക് അവനോട് 40 ചോദ്യങ്ങളുണ്ട്. ആ 40 ചോദ്യങ്ങളിൽ പ്രധാനമായി അള്ളാഹുവിൻ്റെ ഒന്നാമത്തെ ചോദ്യം തന്നെ, ഓ മനുഷ്യ, നീ നിൻ്റെ ബാഹ്യമായ ജനങ്ങൾ കാണുന്ന ഭാഗങ്ങളെ മുഴുവനും ശുദ്ധിയാക്കി നടന്നല്ലോ, എന്നാൽ ഞാൻ നോക്കുന്ന, ഞാൻ ശ്രദ്ധിക്കുന്ന നിൻ്റെ ഹൃദയമാകുന്ന ആ ഒരു മാംസകഷ്ണത്തെ നീ എന്തുകൊണ്ട് ശുദ്ധിയാക്കിയില്ല എന്നാണ് അള്ളാഹുവിൻ്റെ ചോദ്യമെന്ന് ഇമാം ഗസാലി റളിയല്ലാഹു അൻഹു തങ്ങൾ രേഖപ്പെടുത്തിയത് കാണാം. ചുരുക്കത്തിൽ മനുഷ്യനെ മനുഷ്യനാക്കി തീർക്കുക എന്നുള്ളതാണ് നോമ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് അല്ലാഹു തആല ഏതാനും മണിക്കൂറുകൾ വിശപ്പ് സഹിച്ച്, ദാഹം സഹിച്ച്, മറ്റ് ദേഹേച്ഛകളെ എല്ലാം ഒരു ഭാഗത്തേക്ക് വലിച്ചെറിഞ്ഞ് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി പടച്ച റബ്ബ് ഇഷ്ടപ്പെടുന്ന കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ചുകൊണ്ട് മറ്റുള്ള ആളുകളെയും അതേപോലെ തന്നെ മറ്റ് ജനങ്ങളെയും മറ്റ് ജീവജാലങ്ങളെയും എല്ലാവരെയും നന്മകൾ കൊണ്ട് അവൻ പരമാവധി നന്മ ചെയ്തു കൊടുക്കാനുള്ള ശ്രമമാണ് ഒരു യഥാർത്ഥ നോമ്പുകാരനിൽ നിന്നുണ്ടാകേണ്ടത്. ഇത് പറയുമ്പോൾ സ്വാഭാവികമായും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, നോമ്പെന്ന് പറയുന്നത് വെറും പട്ടിണി കിടക്കുക എന്നുള്ളത് മാത്രമല്ല. യഥാർത്ഥ നോമ്പാവുകയും അവൻ്റെ ഹൃദയം ശുദ്ധിയാവുകയും ചെയ്യണമെങ്കിൽ അവൻ്റെ നാവും മറ്റ് അവയവങ്ങളും എല്ലാം അവൻ അശ്ലീലങ്ങളിൽ നിന്നും മറ്റ് അരുതായ്മകളിൽ നിന്നും അള്ളാഹു പൊരുത്തപ്പെടാത്ത വിഷയങ്ങളിൽ നിന്നുമൊക്കെ തടഞ്ഞു നിർത്തി. അതാണ് ഞാൻ ആമുഖമായി പറഞ്ഞത്, ഒരു യുദ്ധം തന്നെയാണ് യഥാർത്ഥത്തിൽ നോമ്പ് എന്ന് പറയുന്നത്. എല്ലാറ്റിലേക്കും ഇച്ഛകൾ അവനെ മാടി വിളിക്കുമ്പോഴും അവൻ അതിൽ നിന്ന് കുർദരി മാറിയിട്ട് അവനൊരു യുദ്ധം ചെയ്തുകൊണ്ടാണ് യഥാർത്ഥത്തിൽ അവൻ നോമ്പാക്കി തീർക്കുന്നത്. അതുകൊണ്ട് തന്നെ മനുഷ്യ സമൂഹത്തിൽ ഇന്ന് നടമാടിക്കൊണ്ടിരിക്കുന്ന തോന്നിവാസങ്ങൾക്കും അതുപോലെ അശ്ലീലങ്ങൾക്കുമൊക്കെ ഒരു പരിധിവരെ നോമ്പ് നോറ്റ് ശുദ്ധിയിലൂടെ നമ്മുടെ ഒരു നാടിനെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ മഹല്ലത്തിനെയും എല്ലാം ശുദ്ധീകരിക്കാൻ സാധിക്കുമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പടച്ച റബ്ബ് നമ്മുടെ പ്രവർത്തനങ്ങളെല്ലാം കബൂൽ ചെയ്യട്ടെ എന്ന പ്രാർത്ഥനയോടെ നിർത്തുന്നു. എല്ലാവിധ സന്തോഷങ്ങളും അഭിനന്ദനങ്ങളും അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. Our skin is the mirror of our soul. Our skin is our largest sensory organ. Our skin needs a healthy microbiome balance. This is regulated by its pH value, which protects the skin from pathogens, cold and ultraviolet rays. Sebamed protects your skin.